ഒരു 8 മണിക്കൂടി ബോഡി കണ്ടെത്തി എന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഓടി വന്നത്. അങ്ങനെയാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഇത് ഈ മാലിന്യത്തോടൊപ്പം ഇങ്ങനെ ഒഴുകി വരായിരുന്നു ഇങ്ങോട്ട്. ഒഴുകി വന്നതാണ്. ഇന്നലെ ഒഴുകി വരുമ്പോൾ ആരും കണ്ടില്ലായിരുന്നു. കാണാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. ഇന്നലെ രാത്രി ആയിരിക്കും ഒഴുകി വന്നത്. രാത്രി മഴ ഉണ്ടായിരുന്നല്ലോ. അല്ല, ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ എനിക്കൊരു ഫോൺ കാൾ വന്നു. അണ്ണാ ഇങ്ങനെ ഒരു ബോഡി കിടക്കുമ്പോൾ തോന്നുന്നു, നമ്മുടെ വാർഡിലാണ്, ഓടി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ JHCയും കണ്ടിജൻസി ജീവനക്കാർ ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുമല്ലോ രാവിലെ. ആ സമയത്ത് അവരും ഉണ്ടായിരുന്നു. അവരും കണ്ടു, ഞാനും കണ്ടു. ആദ്യമായിട്ട് ഞാനാണ് അപ്പോൾ മേയറെ വിളിക്കുന്നത്. അപ്പോൾ മേയറെ വിളിച്ചപ്പോൾ എന്തോ തിരക്കായിരിക്കും, ഫോൺ എടുത്തില്ല. അത് ഡെപ്യൂട്ടി മേയറെ വിളിച്ചു. അപ്പോൾ ഡെപ്യൂട്ടി മേയറും ഫോൺ എടുത്തില്ല. തിരിച്ച് ഞാൻ ഫയർഫോഴ്സിലും വിളിച്ചു, പോലീസ് സ്റ്റേഷനിലും വിളിച്ചു, വഞ്ചിയിൽ. അങ്ങനെ ഫയർഫോഴ്സ് തിരിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, കൗൺസിലർ ഇപ്പോൾ ഉടനെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു. ഇതിനിടയ്ക്ക് ആൾ കൂടി. പിന്നെ ഡെപ്യൂട്ടി മേയർ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതെ, കമഴ്ന്ന് കിടക്കായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 2 ദിവസമായിട്ട് തിരച്ചിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അത് ജോയിയുടേതാണെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയിരുന്നു? തീർച്ചയായിട്ടും തോന്നിയിരുന്നു. നമ്മുടെ ആ ബോഡി തന്നെ ഇരിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം മുമ്പൊരു ബോഡി ഇതുപോലെ ഒഴുകി കുഴിവീട് കോളനിയിൽ അവിടെ വന്നിട്ടുണ്ട്, അവിടുന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ അടി ഒഴുക്കുള്ളതുകൊണ്ട് അടി ഇന്നലത്തെ രാത്രിത്തെ മഴ തിങ്ങി പോന്നിരിക്കും. അങ്ങനെ എനിക്ക് തോന്നി. അതെ, തീർച്ചയായിട്ടും. അതെ, മാലിന്യം ഇവിടെ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വിധത്തിൽ ഇതിനൊരു നിൽക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. മാലിന്യം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ദിവസവും. ആയിരിക്കും. കാരണം ഇന്നലെ രാവിലെയൊക്കെ ഞാനിവിടെ തിരക്കി, ഞാൻ നോക്കി, കണ്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, കണ്ടില്ല. ഇന്നലെ ഞാനിങ്ങനെ ബോഡി അവിടെ പോയപ്പോൾ ഇതിൽ ഇങ്ങോട്ട് തന്നെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ രാവിലെ ഇവിടെ ഒന്നും നോക്കിയില്ല. ഇന്നലെ രാവിലെയും നോക്കി. എന്നിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങ് വന്നത്, അവിടെ തമ്പാൻ്റെ വന്നത്. പക്ഷെ ഇന്നലെ വന്നില്ല, ഇന്ന് രാവിലെയാണ് ഇവിടെ കണ്ടത്. ശുചീകരണ തൊഴിലാളി. അതെ, എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ ഓടി വന്നു. ഫയർഫോഴ്സിനെ അറിയിച്ചു, ബഞ്ചൂർ സ്റ്റേഷനിൽ അറിയിച്ചു. അവസ്ഥ ആദ്യം എനിക്ക് സംശയം തോന്നി, കാരണം മൃതദേഹം തന്നെയും സംശയം. കാരണം ഈ ടെക്സ്റ്റൈൽസിലൊക്കെ വെളിയിൽ വച്ചേക്കുമല്ലോ ഡ്രസ്സൊക്കെ ചെയ്ത്, അതുപോലത്തെ എന്തോ സാധനമാണെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് നോക്കിയപ്പം ബ്ലഡിൻ്റെ ഇത് കാണുന്നുണ്ട്, പിന്നെ തലമുടി കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും ബോഡി അല്ലെന്ന് മനസ്സിലായി. അങ്ങനെയാണ് എല്ലാവരും പെട്ടെന്ന് വിളിച്ചത്. മുമ്പ് ഒരിക്കൽ ബോഡി അവിടെ പാർട്ടി ഓഫീസിന്റെ ബാക്കിലത്തെ ആമയഞ്ചം തോട്ടിലുണ്ടായിരുന്നു. അതുപോലെ ഒഴിവ് വന്നതാണ് മഴയത്ത്. അല്ലല്ല, തൊഴിലാളിയൊന്നുമല്ല. ആരെന്നെ അറിയാം, ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് ആരാണെന്ന്. എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാൻ കൗൺസിലറാണ് ഇവിടുത്തെ. രാവിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഞാൻ ഓടി ഇവിടെ വന്നപ്പം ബോഡിയാണെന്ന് മനസ്സിലായി. ബോഡി അപ്പോൾ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചു, പിന്നെ ഫയർഫോഴ്സിൽ വിളിച്ചു, പഞ്ചൂർ സ്റ്റേഷനിൽ വിളിച്ചു. അവരെല്ലാം വന്നു. ബാക്കി നടപടിക്രമങ്ങളെല്ലാം ഒരു 8 മണിയിരിക്കും. ഞാനിത് എല്ലാ കൗൺസിലും പറയുന്നുണ്ട്. പക്ഷേ പറയുമ്പോൾ ചില കൗൺസിലർമാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ന് വന്നാലും ഈ രാജേന്ദ്രൻ നായർക്ക് ഒരു ആമയഞ്ചം തോടുണ്ട്, രാജേന്ദ്രൻ നായരോട്. എത്ര നാളെ ഇവിടെ ഇങ്ങനെ, എത്ര ദിവസത്തെ മാലിന്യമാണ് ഈ കാണുന്നത്? ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മാറിയ ഇവിടെ ദിവസവും വൃത്തിയാക്കാറുണ്ട്. ഏതൊരു ഏജൻസി വൃത്തിയാക്കുന്നുണ്ട്. ആ നിൽക്കുന്ന അവരൊക്കെ തന്നെ എൻ്റെ ആളുകൾ, അവരൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. അവർ എന്നും വൃത്തിയാക്കും. പക്ഷേ ഇതിനൊരു ശമനമില്ല. എന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, ഇവിടുത്തെ ജനങ്ങൾ തന്നെ വേറെ ആരെ വലിച്ചെറിയുന്നത്? ജനങ്ങൾ തന്നെ. അവർ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അവരൊരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഇത് സ്ലാബിട്ട് മൂട തന്നെ വേണം. അല്ല, അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള, ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ചെയ്യണം. മുമ്പ് മന്ത്രിയുടെ മീറ്റിംഗിൽ പറഞ്ഞല്ലോ, നനയാത്ത വുഡ് കൊണ്ട് പാരലൈറ്റ് മൂടാമെന്ന് പറഞ്ഞതാണ്. MLA ആന്റണി രാജുവിൻ്റെ കളക്ടറുടെ ചേംബറിൽ വെച്ച് ആന്റണി രാജുവിൻ്റെ മധ്യസ്ഥയിൽ പറഞ്ഞതാണ് മേനലായിട്ട് പാരലൈറ്റ് മൂടാമെന്ന്. അതായത് നനഞ്ഞാൽ ചീത്തയാകാത്ത വുഡുണ്ട്, അത് വെച്ച് ചെയ്യാമെന്ന് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതാണ്. പക്ഷേ അത് ചെയ്തില്ല. ഇടുന്ന നെറ്റും കൂടി എടുത്ത് മാറ്റിക്കൊണ്ടുപോയി. നേരത്തെ ഉണ്ടായിരുന്നു, ഈ ചവർ തള്ളാതിരിക്കാൻ വേണ്ടി. ഉണ്ട്. ഒരു സമയത്ത് മഴയത്ത് നോക്കുമ്പോൾ 2 ലാറി ഓറഞ്ചാണ് വന്നത്. ഓറഞ്ച്, അഴുകിയ ഓറഞ്ച് ഇവിടെ ഈ ഭാഗത്ത് എനിക്ക് നിരന്ന് കിടക്കായിരുന്നു. പിന്നെ അത് കോർപ്പറേഷൻ ജീവനക്കാരെ കൊണ്ടാണ് കംപ്ലീറ്റ് കോരി മാറ്റി.